ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. കൊല്ലം റെയിൽവേ എന്ന പ്രശാന്താണ്. അപ്പൊ നമുക്ക് ഇന്ന് ഒരുപാട് വിശേഷങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു വിശേഷമാണ് നമ്മുടെ റെനോയുടെ ട്രൈബർ. അപ്പൊ പുതിയ ട്രൈബർ ലോഞ്ച് ചെയ്തിരുന്നത് 26-ാം തീയതിയാണ് ലോഞ്ച് ചെയ്തത്. അപ്പൊ നമ്മുടെ പുതിയ ട്രൈബറിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഷോറൂമിലാണുള്ളത്. അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയുക ലോഗോ, നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ലോഗോയും വിത്ത് ഗ്രില്ല്, ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഗ്രില്ലാണ് വരുന്നത്. എൻ്റെ ഫ്രണ്ട് മൊത്തത്തിൽ മാറിയൊക്കെയാണ്. ന്യൂ വെഹിക്കിൾ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള, അതായത് എസ്പെഷ്യലി നമുക്ക് ഒരു 4 വേരിയന്റിലാണ് ഇത് വരുന്നത്. ഒതന്റിക്, ഇവല്യൂഷൻ, ടെക്നോ, ഇമോഷൻ. അങ്ങനെ കളർ ഓപ്ഷൻ നോക്കുവാണെങ്കിലും നമുക്ക് സ്റ്റെൽത്ത് ബ്ലാക്ക്, മൂൺലൈറ്റ് സിൽവർ, ഹൈസ്കൂൾ വൈറ്റ്, ഇത് നമുക്ക് നേരത്തെ ഉള്ളതാണ്. ഇതിനെ സ്പെഷ്യലായിട്ട് കയറിയിരിക്കുന്നത് വെച്ചാൽ സൺസ്കാർ ബ്ലൂ, ഷാഡോ ഗ്രേ, പിന്നെ ആംബർ ടെറാക്കോട്ട, അങ്ങനെ 3 കളറോട് എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡ്യൂൾ ടൂണിലാണെങ്കിൽ ഷാഡോ ഗ്രേ ഡ്യൂൾ ടോൺ, പിന്നെ ആംബർ ടെറാക്കോട്ട ഡ്യൂൾ ടോൺ, ഹൈസ്കൂൾ വൈറ്റ് ഡ്യൂൾ ടോൺ, അങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് 6 എയർ ബാഗോട് കൂടി തന്നെ നമ്മുടെ ഈ ഒരു വാഹനം, അതായത് ബേസ് മോഡൽ മുതൽ 6 എയർ ബാഗ് ആണ് നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് പുതിയ ട്രൈബറിന്റെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് വെച്ചാൽ നമ്മുടെ ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആയിട്ടുള്ള ഇമോഷൻ എന്നാണ് ഈ ഒരു വേരിയന്റിന്റെ പേര്. അപ്പൊ നമുക്ക് ഓട്ടോ സെൻസിങ് വൈപ്പർ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഓട്ടോ സെൻസിങ് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. നമുക്ക് LED ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. അതേ കണക്ക് തന്നെ നമുക്ക് ഫോഗ് ലാമ്പ് ഉൾപ്പെടെ നമുക്ക് ഈ ഒരു, അതായത് ഈ ന്യൂ വെഹിക്കിളിലാണ് ഈ ഒരു ചേഞ്ചസ് വന്നിരിക്കുന്നത്. ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മുടെ ഈ ഫ്രണ്ട് ലുക്കില് പഴയ മോഡൽ നമ്മുടെ ഫ്രണ്ടിൽ വരികയാണെങ്കിൽ നമ്മുടെ ബോണറ്റിൽ നല്ല ഒരു കട്ടിങ് ഷെയ്ഡും, അതായത് ലുക്ക് വൈസിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഗ്രില്ല് സൈഡ് ആ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടയർ സൈസ് വരുന്നത് 15 ഇഞ്ച് ടയർ സൈസ് ആണ്. അപ്പം ഇത് എന്താണ്, അലോവീൽസ് ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. പക്ഷെ അലോവീൽസ് ടൈപ്പ് നമുക്കൊരു ഫ്ലെക്സി വീൽ കപ്സ് തന്നെയാണ്. അലോവീൽസ് ലുക്ക് വൈസിൽ അലോവീൽസ് ആണെന്നേ ഉള്ളൂ. അതേ കണക്ക് ഒരു ഫ്ലെക്സി വീൽ കപ്സ് ആണ് തരുന്നത്. നമ്മുടെ ഈ ഒരു ഡോർ ക്ലാഡിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു ഡിസൈൻ ചെറിയൊരു ഡിസൈൻ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കിവിടെ ഈഗിൾ ടൈപ്പ് ആണ് നമ്മുടെ ടെയിൽ ലാമ്പ് വരുന്നത്. പക്ഷെ നമ്മുടെ പഴയ മോഡൽ അല്ല. ഇതിനകത്ത് നമുക്ക് ക്രോം ഐറ്റംസ് ആണെങ്കിലും അകത്ത് നല്ല ലുക്ക് വൈസ്, അതായത് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടോട്ടലി അതിനൊരു ബ്ലാക്ക് ഷെയ്ഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് ഒരു ബ്ലാക്ക് എലമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ആ ഒരു ലോഗോ, അതിന്റെ നേരെ താഴെ നമുക്ക് ട്രൈബർ എന്നുള്ള ഒരു ചെറിയ ഒരു മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. സെൻട്രലൈസ്ഡ് AC ആണ് വരുന്നത്. ഇത് 3rd റോ ആണ്. 2nd റോയിൽ നമുക്ക് അവിടെ കാണാം. 2nd റോ 3rd റോ വരെ AC വേണ്ടി വരുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് വേരിയന്റ് ആയിട്ടുള്ള ഇമോഷൻ തൊട്ടേ നമുക്ക് ഇത് അവൈലബിൾ ആണ്. നമ്മുടെ 2nd റോയിലും 3rd റോയിലും വരുന്ന AC ന്റെ നോബാണ്. നമുക്ക് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഇവിടെ ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. ഈ ഒരു നോർമൽ കോൾഡ് ബോക്സ് ആണ്. ഇതിനകത്ത് നോർമൽ കോൾഡ് ബോക്സ് ആണ്. ഇത്രയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം ട്രിപ്പൊക്കെ പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ നമ്മുടെ 2nd റോയിൽ വരുന്ന AC വെന്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 6 എയർ ബാഗോട് കൂടി നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും. അത് ബേസ് മോഡൽ മുതലേ. പിന്നെ അതേ കണക്ക് നമുക്ക് ഇന്റീരിയറിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ഒരു തീമാണ് നമുക്ക് ഫുൾ ഓപ്ഷനിൽ വരുന്നത്. പിന്നെ ഐസോഫിക്സ്, അതായത് ചൈൽഡ് സേഫ്റ്റി, ഇതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വരുന്നുണ്ട്. അതാണ് നമ്മൾ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇത് എന്തായാലും മൂവബിൾ ആണ്. അതേ കണക്ക് തന്നെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് ഉറങ്ങണമെങ്കിൽ നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനൊക്കെ സാധിക്കും. ഇതാണ് നമ്മുടെ ഇതിനകത്ത് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് മിറർ അഡ്ജസ്റ്റിങ്, ഇലക്ട്രോണിക് മിറർ ഫോൾഡിങ്, 4 ഡോർ പവർ വിൻഡോ, ഡോർ ലോക്കിങ് എല്ലാം നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്റീരിയർ തന്നെ ഇവിടെ ഈ ഒരു ഡ്യൂൾ ടോൺ ആണ് വരുന്നത്. നമ്മുടെ ഈ ലാസ്റ്റ് വരെയും ആ ഒരു തീമിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ 7 TFT ക്ലസ്റ്റർ ആണ് വരുന്നത്. അപ്പോൾ നോക്കാം. 7 TFT ക്ലസ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോഗോ വളരെ ഭംഗി ക്യൂട്ടായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള, അതായത് ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇന്റീരിയർ ഒരു വൈറ്റ് തീമാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ഏരിയയിലാണെങ്കിൽ ഇവിടെയൊക്കെ ഡിസൈൻ വ്യത്യാസം വന്നിട്ടുണ്ട്. വയർലെസ് ചാർജറൊക്കെ വരുന്നുണ്ട്. എസ്പെഷ്യലി നമുക്ക് ക്രൂയിസ് കൺട്രോൾ, നമ്മുടെ ഫുൾ ഓപ്ഷൻ വെഹിക്കിളിൽ ക്രൂയിസ് കൺട്രോളും വരുന്നുണ്ട്. ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, 6 എയർ ബാഗ് ബേസ് മോഡൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് 2 എയർ ബാഗ് നമ്മുടെ ഫ്രണ്ട് റോയിലും 2nd റോയിലും നമുക്ക് എയർ ബാഗ് 2 എണ്ണം വരുന്നുണ്ട്. 3rd റോയിലും എയർ ബാഗ് 2 എണ്ണം വരുന്നുണ്ട്. അങ്ങനെ 6 എയർ ബാഗോട് കൂടി തന്നെ നമുക്ക് വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. നമുക്കറിയാം നമ്മുടെ എന്താണ് വാക്ക് അവേ ഫ്രം ബ്ലോക്ക്, അതാണ് നമ്മുടെ കീ. ഫുൾ ഓപ്ഷനിൽ വരുന്ന സമയത്ത് ക്യൂട്ടായിട്ടുള്ളൊരു റിമോട്ട് കീ ആണ് വരുന്നത്. നമ്മുടെ
ഗിയർ പോർഷനൊക്കെ ഇങ്ങനെയാണ്. അപ്പം നമുക്ക് ഏറ്റവും കസ്റ്റമറൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നമ്മുടെ എന്താ പറയുക ഫ്രണ്ട് സെൻസർ. അപ്പം ഫ്രണ്ട് സെൻസർ നമുക്ക് കാണാനുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫ്രണ്ട് സെൻസർ വരുന്നത്. നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ടിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഫുൾ ഓപ്ഷൻ ഇമോഷൻ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അറിയാം ഒരുപാട് കളർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നെക്സ്റ്റ് ഓരോ വേരിയൻറ്റിൻ്റെയും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ഇനി ഇങ്ങോട്ടുള്ള വീഡിയോകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്താ പറയുക എല്ലാ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു.